കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ അധ്യയന വർഷത്തിലെ കലണ്ടർ വിവാദത്തിൽ. ശ്രീനാരായണ ഗുരു സമാധി ദിനമായ സെപ്റ്റംബർ 21 അവധിയായി രേഖപ്പെടുത്താതെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. റിയാസ് KMR വിവരങ്ങളുമായിട്ട് ചേരുന്നു. റിയാസ് KMR, ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനം എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്ക് ഈ ദിവസം വലിയ വികാരപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. തത്വചിന്താപരമായും ദാർശനികമായും ഒക്കെ വലിയ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. ആ ദിനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ അധ്യയന വർഷത്തിലെ കലണ്ടറിൽ അവധി ദിവസമായി രേഖപ്പെടുത്താതെ പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഈ പിഴവ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? തീർച്ചയായും ഇതിൽ വലിയ പിഴവാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പുതിയ അധ്യയന വർഷത്തിലെ കലണ്ടറിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് സെപ്റ്റംബർ 21 നമുക്കറിയാം. സെപ്റ്റംബർ 21 എന്ന് പറയുന്നതിനേക്കാൾ മലയാള മാസം കന്നി 5 ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കന്നി 5 വരുന്ന ദിവസം കൃത്യമായി സർക്കാരിന്റെ കലണ്ടറുകളിൽ അത് രേഖപ്പെടുത്താറുണ്ട്. ഇത്തവണയും സംസ്ഥാന സർക്കാർ അതിന്റെ കലണ്ടർ നേരത്തെ തന്നെ പുറത്തിറക്കിയപ്പോൾ അത് 21 എന്നുള്ളത് ചുവന്ന അക്കത്തിൽ തിങ്കളാഴ്ച, സെപ്റ്റംബർ 21 തിങ്കളാഴ്ച ചുവന്ന അക്കത്തിൽ മഹാസമാധി ദിനം അവധിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി. ആ പുതിയ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 21 പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അവധിയല്ല എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കറുത്ത അക്കത്തിൽ, സാധാരണ ദിനങ്ങൾ വരുന്നത് പോലെ കറുത്ത അക്കത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് സംശയിക്കുന്നത്. കാരണം ശ്രീനാരായണ ഗുരു സമാധി ദിനം എന്ന് പറയുന്നത് സാധാരണ ഈ ബാങ്ക് അവധിയാണ്, പൊതു അവധിയാണ്. അപ്പോൾ വിദ്യാലയങ്ങൾക്കും കലാലയങ്ങൾക്കും എല്ലാം തന്നെ അവധി നൽകി വരുന്നത് തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യമാണ്. അത് ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഒരു ആദരവായിട്ടാണ് അങ്ങനെ കണക്കാക്കുന്നത്. പുതിയ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതൊരു ആക്ഷേപമായി ചൂണ്ടിക്കാണിക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണം. അത് അവധി നൽകാതിരിക്കാനുള്ള പുതിയ സർക്കാരിന്റെയോ പുതിയ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ തന്ത്രമാണോ എന്ന് അവർ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇത് ഈ വളരെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം സെപ്റ്റംബർ 21 എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം എന്ന് പറയുന്നത് കാലങ്ങളായി അവധി നൽകി പോകുന്ന ഒരു ദിനം. അത് വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് പുതിയ കലണ്ടറിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഗൗരവകരമാണ്. ഇനി അത് എന്തെങ്കിലും ഗൂഢമായ നീക്കത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് ആണ് പ്രധാനമായും പലരും സംശയിക്കുന്നത്. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് സർക്കാരാണ്, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. അതിന്റെ ഒരു ആദ്യത്തെ വാർത്തയാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത്. റിയാസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ പുതിയ അധ്യയന വർഷത്തിലെ കലണ്ടർ ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമായിട്ടുള്ള സെപ്റ്റംബർ 21 അവധി രേഖപ്പെടുത്താതെ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റിട്ട് 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഒരു കലണ്ടറാണോ? അതായത് LDF സർക്കാർ നിലവിലിരിക്കെ മുൻകൂട്ടി ഒരുപക്ഷെ തുടർഭരണം ഉണ്ടാകുമെന്നുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിലൊക്കെ പല കാര്യങ്ങളും മുൻകൂട്ടി ചെയ്തിരുന്നു. അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കലണ്ടർ വലിയ പരിഷ്കാരങ്ങളൊന്നും വരുത്താതെ പ്രസിദ്ധീകരിക്കപ്പെട്ട അവസ്ഥയാണോ ഉണ്ടായത് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അതല്ല, പുതിയ സർക്കാർ അവരുടേതായ നയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പരിഷ്കരിച്ച് ഇറക്കിയിട്ടുള്ള കലണ്ടറാണോ എന്നുള്ളതും ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഓൺലൈനായിട്ട് ഇറക്കിയ കലണ്ടറാണോ അതോ അച്ചടിക്കപ്പെട്ട കലണ്ടറാണോ ഇത്? നിലവിൽ ഇതിന്റെ ഓൺലൈൻ കോപ്പിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിഴവ് എവിടെ വന്നു എന്നുള്ളത് സർക്കാർ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ ഒരു ഗൂഢ നീക്കം ഉണ്ടായോ എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ഏത് തരത്തിൽ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. കാരണം നേരത്തെ അച്ചടിക്കപ്പെട്ട കലണ്ടറിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം എന്ന് ഈ സെപ്റ്റംബർ 21 തിങ്കളാഴ്ച ആ ദിവസം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു സമാധി ദിനം എന്നുള്ളത്. പക്ഷേ അത് അവധി ദിനമാണ് എന്ന്, പൊതു അവധിയാണ് എന്നറിയണമെങ്കിൽ സ്വാഭാവികമായും കലണ്ടറുകളുടെ ഒരു പൊതു സ്വഭാവം, പ്രത്യേകിച്ച് സർക്കാർ കലണ്ടറുകളുടെ ഒരു പൊതു സ്വഭാവം വെച്ച് സെപ്റ്റംബർ 21 പൊതു അവധി എന്ന് രേഖപ്പെടുത്താറുണ്ട്. ഈ വർഷം ആദ്യം സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കലണ്ടറിലെല്ലാം തന്നെ ചുവന്ന അക്കത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും
പുതുതായി പുറത്തിറക്കിയ ഈ കലണ്ടറിൽ സെപ്റ്റംബർ 21 ചുവന്ന അക്കത്തിലല്ല, മറിച്ച് കറുത്ത അക്കത്തിലാണ്. ഒരു പ്രവൃത്തി ദിനം പോലുള്ള തോന്നിപ്പിക്കുന്ന രീതിയിൽ കറുത്ത അക്കത്തിലാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് എന്തെങ്കിലും ഒന്നുകിൽ സർക്കാരിനെ വിവാദത്തിലാക്കാനുള്ള ആരുടെയെങ്കിലും നീക്കമാണോ, അച്ചടി പിശകാണോ, അതല്ല ഇനി നയത്തിന്റെ ഭാഗമാണോ, ഇനി സെപ്റ്റംബർ 21 ശ്രീനാരായണ ഗുരു സമാധി ദിനം ഇനിയുള്ള അങ്ങോട്ടുള്ള നാളുകളിൽ അവധിയല്ലേ എന്നുള്ളതെല്ലാം വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഗൂഢനീക്കമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ആലോചന പോകേണ്ടതില്ല എന്നാണ് ഈ ഘട്ടത്തിൽ വിചാരിക്കാനുള്ളത്. അങ്ങനെ ആണെങ്കിൽ അത് ഒരു നയപരമായിട്ടുള്ള തീരുമാനമായിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ അല്ല എന്നാണ് കരുതേണ്ടി വരുന്നത്. എന്തായാലും എല്ലാ വർഷവും ഈ പൊതു അവധി ദിനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ദിനം വിട്ടുപോയത് വകുപ്പിൻ്റെ അനാസ്ഥയാണ് എന്നുള്ള വിമർശനമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതിലെ മുൻകാല കീഴ്വഴക്കങ്ങൾ എന്നൊക്കെ പറയുന്നത് സാധാരണയായിട്ട് ഗവൺമെൻറ് ഗസറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധി ദിവസങ്ങൾ അത് വിദ്യാഭ്യാസ കലണ്ടറിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്, രേഖപ്പെടുത്താറുമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ സംഭവിച്ചത് പിശകാണോ അതോ മനഃപൂർവ്വമാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ റിയാസ് KM ചോദിച്ചതുപോലെ ഉയരുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ ശ്രീനാരായണീയ സംഘടനകൾ അതേപോലെ തന്നെ വിവിധ അധ്യാപക സംഘടനകളൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കാൻ സാധ്യതയുമുണ്ട്. കലണ്ടറിലെ തെറ്റ് ഉടൻ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും ഡയറക്ടർമാർക്കുമൊക്കെ പരാതികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായിട്ട് ഈ പിശക് തിരുത്തിക്കൊണ്ട് പുതുക്കിയ കലണ്ടർ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെടാം. തെറ്റ് വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടാം. പുതിയ കലണ്ടർ എല്ലാ വിദ്യാലയങ്ങളിലും കൃത്യമായിട്ട് എത്തിക്കാൻ നടപടി വേണമെന്നുള്ള ആവശ്യം വന്നേക്കാം. ഓൺലൈൻ ആയിട്ട് മാത്രമാണെങ്കിൽ ആ തെറ്റ് തിരുത്താവുന്നതേ ഉള്ളൂ. അച്ചടി രൂപത്തിൽ ഇറക്കി കഴിഞ്ഞുവെങ്കിൽ അതെല്ലാം പിൻവലിച്ച് പുതിയ രൂപത്തിൽ പുതിയ കലണ്ടർ എല്ലാ വിദ്യാലയങ്ങളിലും കൃത്യമായിട്ട് എത്തിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാം. എന്തായാലും സംസ്ഥാനത്തെ എല്ലാ ഔദ്യോഗിക കലണ്ടറുകളിലും സെപ്റ്റംബർ 21 അവധിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കലണ്ടറിൽ മാത്രം അത് ഒഴിവാക്കപ്പെട്ടത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ആശ്രയിക്കുന്ന ഒന്നാണ് ആ കലണ്ടർ. ആ കലണ്ടറിലെ ഈ പിശക് തിരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായിട്ട് നടപടിയെടുക്കേണ്ടതുണ്ട്. അക്കാദമിക് കലണ്ടറിലെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ കലണ്ടറാണ് വിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത്. കലണ്ടറിൽ ഇത്തരത്തിൽ പിശകുകൾ വരുന്നത് വിദ്യാലയങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇത് ഔദ്യോഗികമായിട്ടുള്ള രേഖകളുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും അധ്യാപക സംഘടനകളുടെയും ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വരേണ്ടതുണ്ട്. ഈ വാർത്തയിൽ മുൻ വർഷങ്ങളിലെ മാതൃക കൂടി നോക്കേണ്ടതുണ്ട്. മുൻ വർഷങ്ങളിൽ ഈ അവധി ദിനം കലണ്ടറിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഈ ഒരു പിശക് വരുന്നത്. അത് പിശക് തന്നെയാണോ മനഃപൂർവ്വമാണോ എന്നുള്ള ചോദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിയാസ് KM ചോദിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഓൺലൈനായിട്ട് ലഭ്യമായിട്ടുള്ള കലണ്ടറിൽ ഉടൻ തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. അച്ചടിച്ച കലണ്ടറുകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെ പരിഹരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. അക്ഷരത്തെറ്റുകൾക്ക് പോലും വലിയ പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കലണ്ടറിൽ തന്നെ ഇത്രയും വലിയ ഒരു വീഴ്ച സംഭവിച്ചത് ഗൗരവകരമാണ് എന്നും പിശക് തിരുത്തി ഉത്തരവാദിത്തപ്പെട്ടവർ മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യം ഒരു ഭാഗത്ത് നിന്ന് ഉയരാനും സാധ്യതയുണ്ട്. റിയാസ് KM ആണ് ഈ വാർത്ത നൽകിയത്.